ലോകത്തെ ഏറ്റവും കരുത്തരായ സൈനിക ശക്തി ഏതെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: അമേരിക്കൻ ഐക്യനാടുകൾ. എന്നാൽ ആ വിപുലമായ സൈന്യത്തിനുള്ളിൽ തന്നെ ലോകം ഭീതിയോടെയും വിസ്മയത്തോടെയും നോക്കിക്കാണുന്ന ഒരു നിഗൂഢ വിഭാഗമുണ്ട്. അതാണ് ഡെൽറ്റ ഫോഴ്സ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും സാഹസികമായ ഒരു സൈനിക നീക്കത്തിലൂടെ പിടികൂടി എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം പുറത്തു വന്നതോടെ ഒരിക്കൽ കൂടി ഡെൽറ്റ ഫോഴ്സ് എന്ന പേര് ആഗോള മാധ്യമങ്ങളിൽ നിറയുകയാണ്. തൻ്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് നടത്തിയ ഈ വെളിപ്പെടുത്തൽ വെനസ്വേലയിൽ മാത്രമല്ല, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും വൻ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ മറ്റൊരു രാജ്യം നേരിട്ട് ഇടപെട്ട് പിടികൂടുക എന്നത് അത്യപൂർവവും അങ്ങേയറ്റം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു നടപടിയാണ്. മഡുറോയെ കസ്റ്റഡിയിലെടുത്തെന്നും അദ്ദേഹത്തെ രാജ്യം കടത്തിയെന്നുമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ ദൗത്യം നടപ്പിലാക്കിയവരുടെ കൃത്യതയും വേഗതയും ലോകത്തെ അമ്പരപ്പിക്കുന്നു. ഔദ്യോഗികമായി അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ മിന്നൽ ഓപ്പറേഷന് പിന്നിൽ ഡെൽറ്റ ഫോഴ്സിൻ്റെ അദൃശ്യ കരങ്ങളാണെന്ന് പ്രതിരോധ വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നു. ആരാണ് ഇവരെന്നും എങ്ങനെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നും പരിശോധിക്കുമ്പോൾ ഒരു ഹോളിവുഡ് ആക്ഷൻ സിനിമയെ വെല്ലുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. ഔദ്യോഗികമായി ഫസ്റ്റ് സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഡെൽറ്റ എന്ന് അറിയപ്പെടുന്ന ഈ വിഭാഗം അമേരിക്കൻ സൈന്യത്തിൻ്റെ ഏറ്റവും രഹസ്യാത്മകമായ എലൈറ്റ് യൂണിറ്റാണ്. കൗണ്ടർ ടെററിസം അഥവാ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് രൂപീകരിക്കപ്പെട്ട ഇവരുടെ പ്രവർത്തന രീതികൾ അതീവ രഹസ്യമാണ്. സാധാരണ സൈനികരിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ യൂണിഫോമോ തിരിച്ചറിയൽ രേഖകളോ ഇല്ലാതെയാണ് പലപ്പോഴും ദൗത്യങ്ങളിൽ ഏർപ്പെടുന്നത്. ശത്രു രാജ്യങ്ങളുടെ ഉള്ളിൽ കടന്നുകയറി പ്രധാനപ്പെട്ട വ്യക്തികളെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുക, തകർക്കാൻ പ്രയാസമുള്ള ഭീകരവാദ ശൃംഖലകൾ നിശബ്ദമായി ഇല്ലാതെയാക്കുക, ബന്ദികളെ മോചിപ്പിക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന ദൗത്യങ്ങൾ. അമേരിക്കയുടെ ജോയിൻ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇവർ പലപ്പോഴും സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയുമായി ചേർന്നാണ് പ്രവർത്തിക്കാറുള്ളത്. ഇൻ്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുന്നതിലും അവയുപയോഗിച്ച് അതിവേഗത്തിൽ ആക്രമണം നടത്തുന്നതിലും ഇവർക്കുള്ള പ്രാവീണ്യം ലോകപ്രശസ്തമാണ്. അമേരിക്കൻ പ്രസിഡന്റുമാർ അതീവ അപകടകരമായ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അവരുടെ നിഴലായി കൂടെയുണ്ടാകുന്നതും ഈ വിഭാഗത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. നിഗൂഢതയാണ് ഇവരുടെ ഏറ്റവും വലിയ കരുത്ത്. അതുകൊണ്ട് തന്നെ ഒരു ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയാൽ പോലും ഇവർ അതിനെക്കുറിച്ച് പുറം ലോകത്തോട് സംസാരിക്കാറില്ല. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സ്പെഷ്യൽ എയർ സർവീസിൽ സേവനമനുഷ്ഠിച്ച കേണൽ ചാൾസ് ബെക്വിത്തിൻ്റെ ദീർഘവീക്ഷണമാണ് ഡെൽറ്റ ഫോഴ്സിൻ്റെ പിറവിക്ക് കാരണമായത്. 1970കളിൽ ആഗോളതലത്തിൽ വിമാന റാഞ്ചലുകളും ഭീകരാക്രമണങ്ങളും വർദ്ധിച്ചു വന്നപ്പോൾ അവയെ നേരിടാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഒരു യൂണിറ്റ് അമേരിക്കയ്ക്ക് വേണമെന്ന് അദ്ദേഹം വാദിച്ചു. അങ്ങനെ 1977ൽ ഡെൽറ്റ ഫോഴ്സ് സ്ഥാപിതമായി. ബ്രിട്ടീഷ് SAS മോഡലിൽ നിർമ്മിക്കപ്പെട്ട ഈ യൂണിറ്റ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അമേരിക്കയുടെ ഏറ്റവും മാരകമായ ആയുധമായി മാറി. ഡെൽറ്റ ഫോഴ്സിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. അമേരിക്കൻ സൈന്യത്തിലെ റേഞ്ചർ റെജിമെൻറ്റിൽ നിന്നോ സ്പെഷ്യൽ ഫോഴ്സിൽ നിന്നോ ഉള്ള ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി പരിഗണിക്കുന്നത്. ശാരീരിക ക്ഷമത മാത്രമല്ല, മാനസികമായ കരുത്തും തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഇവിടെ കർശനമായി പരിശോധിക്കപ്പെടുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കഠിനമായ പരിശീലനമാണ് നൽകുന്നത്. നിലവിൽ സൈന്യത്തിൽ മികച്ച സേവന റെക്കോർഡുള്ളവർക്കും നിശ്ചിത കാലയളവ് സേനാ കാലാവധി ബാക്കിയുള്ളവർക്കും മാത്രമേ ഈ വിഭാഗത്തിലേക്ക് പ്രവേശനം ലഭിക്കൂ. വെനസ്വേലൻ പ്രസിഡന്റിനെ പിടികൂടിയ സംഭവം ഡെൽറ്റ ഫോഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദൗത്യങ്ങളിലൊന്നായി രേഖപ്പെടുത്തപ്പെട്ടേക്കാം. ഒരു പരമാധികാര രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് കടന്നുകയറി അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കി പ്രസിഡന്റിനെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നത് അസാധ്യമായ ഒന്നായാണ് കരുതപ്പെടുന്നത്. എന്നാൽ ട്രംപിൻ്റെ സ്ഥിരീകരണത്തോടെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും സൈന്യവും എത്രത്തോളം കൃത്യമായി കരുനീക്കങ്ങൾ നടത്തിയെന്ന് വ്യക്തമാകുന്നു. നിയമനിർവഹണ ഏജൻസിയെയും ഈ ദൗത്യത്തിൻ്റെ ഭാഗമാക്കിയതിലൂടെ ഇതൊരു സൈനിക നടപടി മാത്രമല്ല, മറിച്ച് ഒരു ക്രിമിനൽ പിടികൂടൽ കൂടിയായാണ് അമേരിക്ക ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മഡുറോയുടെ ഭരണത്തിനെതിരെ അമേരിക്ക നേരത്തെ തന്നെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിച്ചാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് അദ്ദേഹത്തെ പിടികൂടാൻ ശ്രമിച്ചിരുന്നത്. ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഡെൽറ്റ ഫോഴ്സിനെ പോലെയുള്ള ഒരു എലൈറ്റ് ടീമിനെ ഉപയോഗിച്ച് ഈ ഓപ്പറേഷൻ നടപ്പിലാക്കിയത്. അത്യാധുനികമായ സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും ഉപയോഗിച്ച് നിശബ്ദമായി നടത്തിയ ഈ നീക്കം വെനസ്വേലൻ സൈന്യത്തെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ഡെൽറ്റ ഫോഴ്സിൻ്റെ ഈ നടപടി ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ഒരു വിദേശ രാജ്യത്തെ ഭരണാധികാരിയെ സൈനികമായി പിടികൂടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന വാദം ഉയരാൻ സാധ്യതയുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങൾ മറ്റ് ഏകാധിപതികൾക്കും അതുപോലെ ഭീകരവാദികൾക്കും ഒരു ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ലോകത്തിൻ്റെ ഏത് കോണിലായാലും അമേരിക്കൻ സൈന്യം അവരെ തേടിയെത്തുമെന്ന സന്ദേശമാണ് ഇതിലൂടെ കൈമാറുന്നത്.
ഡെൽറ്റ ഫോഴ്സ് എന്ന നിഗൂഢ സൈനിക വിഭാഗത്തിൻ്റെ കരുത്ത് ഒരിക്കൽ കൂടി ലോകം തിരിച്ചറിയുകയാണ്. ഇറാഖിലെ സദാം ഹുസൈൻ്റെ ഒളിത്താവളം കണ്ടെത്തിയതിലും അൽ ഖ്വയ്ദ തലവൻ ഒസാമ ബിൻ ലാദനെ വധിച്ച ദൗത്യത്തിലും ഇവരുടെ പങ്കാളിത്തം നിർണായകമായിരുന്നു. ഇപ്പോൾ നിക്കോളാസ് മഡൂറോയുടെ അറസ്റ്റിലൂടെ തങ്ങളുടെ അപ്രമാദിത്യം അവർ ഒരിക്കൽ കൂടി വീണ്ടും തെളിയിച്ചിരിക്കുന്നു. രഹസ്യങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് അവർ നടത്തുന്ന ഓരോ നീക്കവും ലോക ചരിത്രത്തിൻ്റെ ഗതി മാറ്റാൻ പോന്നവയാണ്. ഈ സംഭവം വരും ദിവസങ്ങളിൽ വലിയ അന്താരാഷ്ട്ര ചർച്ചകൾക്ക് വഴിമാറും എന്നതിൽ യാതൊരു സംശയവുമില്ല.